ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഈ ഒരു ചാനലിൽ ഞാൻ ഏറ്റവും കൂടുതൽ വീഡിയോസ് ചെയ്തിരിക്കുന്നത് ബിഗ് ബോസിനെ കുറിച്ചാണ്. ബിഗ് ബോസ് മലയാളം ബിഗ് ബോസിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ വീഡിയോസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഇഷ്ടം അങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ തന്നെയാണ്. ഇടയ്ക്കൊക്കെ റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. സീസൺ 6 കഴിഞ്ഞു, ഇനി അടുത്ത് സീസൺ 7 ആണ്. നമ്മളെ എല്ലാവരും, അതായത് നമ്മളെന്ന് പറയുമ്പോൾ ചിലർക്കൊന്നും ബിഗ് ബോസിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ബിഗ് ബോസ് കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു എന്നായിരിക്കും സീസൺ 7 ആരംഭിക്കും എന്നുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ സീസൺ 6 ഒരുപാട് വിവാദങ്ങളുണ്ടായില്ല. ലാലേട്ടനുമായിട്ട് ബന്ധപ്പെട്ട് വിവാദം ഉണ്ടായിരുന്നു. സിബിൻ്റെ ഒരു ഇഷ്യൂ വന്നിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് ബിഗ് ബോസ് മലയാളത്തിൽ സ്റ്റാർട്ട് ചെയ്യാതിരുന്നത്. മറ്റുള്ള എല്ലാ ലാംഗ്വേജിലും ബിഗ് ബോസ് കഴിഞ്ഞ് അവർ ആ സമയമാകുമ്പോൾ കൃത്യമായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു. മലയാളത്തിൽ മാത്രമാണ് ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നത്. ബിഗ് ബോസ് മലയാളം വരുന്നത് ഏഷ്യാനെറ്റ് ചാനലായിരുന്നു. അപ്പോൾ ഏഷ്യാനെറ്റ് ചാനലിൻ്റെ ചില ക്രൂ മെമ്പേഴ്സ് മായി ബന്ധപ്പെട്ടിട്ട് പറയുന്നത് ഈ കാസ്റ്റിംഗ് കൗച്ചൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു വിവാദമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ലാലേട്ടൻ തിരക്കായിരുന്നു. ലാലേട്ടൻ്റെ സിനിമ റിലീസ് എമ്പുരാൻ്റെ ആ ഷൂട്ട് അതൊക്കെ ഞാൻ തോന്നുന്നു കാരണം കുറച്ച് വൈകി പോകാനുള്ള കാരണം. പിന്നെ മുമ്പത്തെ സീസണിൽ എന്തെങ്കിലും വിവാദമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലെന്തൊക്കെയാണോ പരിഹാരങ്ങൾ കണ്ടെത്താനുള്ളത് അതൊക്കെ നോക്കി കണ്ടൊക്കെ നിയമവശങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും തോന്നുന്നു സീസൺ 7 ആരംഭിക്കാനായിട്ട് തീരുമാനിച്ചത്. അതുകൊണ്ട് ഇത്രയും വൈകിപ്പോയത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവരെ തന്നെ ഒരു പ്രസ്റ്റേജ് ഷോ ആയിട്ടുള്ള സ്റ്റാർ സിംഗർ സീസൺ 10 ആണ് അവർ ആരംഭിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 3 ബിഗ് ബോസ് സീസൺ 7 ആരംഭിക്കുന്നതാണ് ഇപ്പോൾ നിലവിൽ കിട്ടിയിരിക്കുന്ന ഒരു അറിവ്. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ അതിന് മുമ്പ് തന്നെ ഇവർ ഇൻ്റർവ്യൂ ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ഇൻ്റർവ്യൂ ചെയ്ത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ കോമണേഴ്സ് ഉണ്ടെന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം എല്ലാം സ്ത്രീകളായിരുന്നു കോമണേഴ്സായിട്ട് വന്ന്. ഇത്തവണ ഏതെങ്കിലും ഒരു പുരുഷനെ ഒക്കെ വരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം സ്ത്രീകൾക്ക് മാത്രം അത്ര പ്രാമുഖ്യം കൊടുത്താൽ പോരല്ലോ. എന്തായാലും എത്രയോ ആൺകുട്ടികളൊക്കെ പുറത്ത്, അതുപോലെ എത്രയോ പുരുഷന്മാരൊക്കെ പുറത്ത് ഇപ്പോൾ ബിഗ് ബോസിലൊക്കെ വരണം, ഫേമസ് ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൺപിള്ളേരുണ്ടായിരിക്കും. അപ്പോൾ അവർക്കും കൂടെയൊക്കെ ഒരു അവസരം കൊടുക്കണം. എപ്പോഴും സ്ത്രീകൾക്ക് മാത്രമായിട്ട് കൊടുക്കുന്നത് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നിയില്ല. മുൻപ് ഇതുപോലെ തന്നെയായിരുന്നു. ഇപ്പോൾ ഗോപിക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു കോമണർ, അതൊരു സ്ത്രീയായിരുന്നു. പിന്നെ വന്നിട്ടുള്ള 2 പേരും റസ്മിൻ ആണെങ്കിലും അതുപോലെ തന്നെ വേറൊരു സ്ത്രീ, പേര് ഞാൻ മറന്നു, ലേഡി, അവരും ഇതുപോലെ തന്നെ ഒരു ലേഡി അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത്തവണത്തെ ഒരു മെയിൻ കണ്ടസ്റ്റൻ്റ് കോമണറായിട്ട് വരട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ ഒരുപാട് ആൾക്കാരുടെ പ്രഡിക്ഷൻ ലിസ്റ്റ് ഇപ്പോൾ തന്നെ ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് പ്രധാനമായിട്ട് തോന്നിയിട്ടുള്ള വരും എന്ന് എനിക്ക് 100% തോന്നിയിട്ടുള്ള 1-2 കണ്ടസ്റ്റൻസ് ആണ്. ഒന്ന് ജാസി എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻ്റ്, ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു ജാസി. പിന്നെ എനിക്ക് ഇപ്പോൾ ചാൻസ് തോന്നുന്നത് രേണു സുധി എന്ന് പറയുന്ന ഒരു ലേഡി ഉണ്ടല്ല, അവരൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അവരൊക്കെ ബിഗ് ബോസിലേക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. ചില വിവാദങ്ങളൊക്കെ അവർ സ്വയം തന്നെ സൃഷ്ടിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സീരിയൽ നമ്മൾ പിന്നെ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന, എല്ലാ സീസണിലും കേട്ടുകൊണ്ടിരിക്കുന്ന പിന്നെ ജിഷിൻ്റെ പേര് ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരുപാട് ലേഡി കണ്ടസ്റ്റൻസിൽ ഇപ്പോൾ സീരിയലിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ബീന ആൻ്റണിയുടെ പേര് എല്ലാ ഇതിലും പറയുന്നത് കേട്ടിട്ടുണ്ട്. മിക്കവാറും അവരുണ്ടാവാൻ ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കൂടുതൽ കണ്ടസ്റ്റൻസ് ആരൊക്കെ ആയിരിക്കും പുറമേ നിന്നിപ്പോൾ സ്പോർട്സ് രംഗത്ത് നിന്നും ഒക്കെ ആരെങ്കിലും ഉണ്ടോ ഒന്നും നമുക്ക് അറിയില്ല. ഇതുവരെയ്ക്കും അങ്ങനത്തെ ഒരു കൺഫേംഡ് ലിസ്റ്റൊന്നും നമുക്ക് പറയാറായിട്ടില്ല. വന്നുകൊണ്ടിരിക്കുന്നു, പലരും പലരുടെ പേരും പറയുന്നുണ്ട്. ചില ആൾക്കാരുടെ പേരൊക്കെ ഞാൻ നോക്കിയിട്ട് എനിക്ക് തോന്നുന്നില്ല അവരൊക്കെ വരുന്നത്, എനിക്ക് തോന്നുന്നില്ല. അവരൊരു പ്രവീൺ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരുടെ പേരൊക്കെ വിവാദമൊക്കെ ഉണ്ടായിരുന്നു, ശരിയാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ബിഗ് ബോസ് ഒരു കണ്ടസ്റ്റൻ്റ് ആവാനുള്ള ഒരു കാലിബറൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല ആ ഒരു കണ്ടസ്റ്റൻ്റ് കണ്ടിട്ട്. എന്തായാലും ബിഗ് ബോസ് സീസൺ 7 ആരംഭിക്കാൻ ഇനിയിപ്പോൾ കുറച്ച് മാസങ്ങളുള്ളപ്പോൾ ഏപ്രിൽ കഴിയാതെ മെയ്, ജൂൺ, ജൂലൈ കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞാൽ എന്തായാലും ബിഗ് ബോസ് ഒരു സമയമാണ് ഇനി വരുന്നത്. ആൾക്കാർ എല്ലാവരും ഒരു ഗ്രൂപ്പ് തിരിഞ്ഞ് ഒരു രാജാവിനെ തിരഞ്ഞെടുക്കുന്നു. പിന്നെ അയാൾക്ക് വേണ്ടിയിട്ടുള്ള വോട്ട് പിടുത്തവും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിരിക്കും. എനിക്ക് ഈ രാജാവിനെ തിരഞ്ഞെടുത്തിട്ട് അയാളുടെ പുറകെ എല്ലാവരും നടന്ന അയാൾ വളരെ നല്ല മാന്യനാണ്, അയാൾ വളരെ ബുദ്ധിമാനാണ്, വളരെ മാലാഖ പോലത്തെ സ്വഭാവമുള്ള മനുഷ്യൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ ആൾക്കാർ പിന്നെ കണ്ണടച്ചങ്ങ് വിശ്വസിക്കണം ഒരാൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ. അതല്ല, നല്ല പ്ലെയേഴ്സ് വരട്ടെ, നന്നായി പ്ലേ ചെയ്യുന്ന ആൾക്കാർ വെറുപ്പിക്കാതെ. അതായത് കഴിഞ്ഞ സീസണിൽ ഇപ്പോൾ ജാസ്മിൻ നല്ല പ്ലെയറാണെന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞു, പക്ഷെ ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. അങ്ങനെ കളിച്ചിട്ട് കാര്യമില്ല. അങ്ങനെയല്ലാതെ നല്ല പ്ലെയേഴ്സ് ഉണ്ടായിരിക്കും, എല്ലാ ഗെയിമിലും കളിക്കുക, പറയേണ്ടടുത്ത് കാര്യങ്ങൾ തുറന്നു പറയുക, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അല്ലാണ്ട് സേഫ് ഗെയിമായിട്ട് കളിക്കുകയാണ് അർജുനെ പോലെയും അല്ലെങ്കിൽ ശ്രീതുവിനെ പോലെയൊക്കെ സേഫ് ഗെയിമേഴ്സിനെ അല്ലാതെ
നല്ല ഗെയിമേഴ്സ്, അതുപോലെ പൊതുജനത്തിനെ വെറുപ്പിക്കാതെ നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ എല്ലാ നിയമങ്ങളും ഞങ്ങൾ എന്താ പറയുന്നത് തച്ചുടച്ച് പുതിയ തരത്തിലുള്ള ഒരു ന്യൂജൻ ഒരു അതാണ് കൊണ്ടുവരാൻ പോകുക. അത്തരത്തിലുള്ള കണ്ടസ്റ്റൻസ് ഒന്നും വേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെയുള്ളവരൊക്കെ വോട്ട് ചെയ്യാതിരിക്കുകയും ഭേദം. അതല്ലാതെ നമുക്ക് നല്ലൊരു ഗെയിമായിട്ട് മുന്നോട്ട് കളിക്കാനായിട്ട് അറിയണം. നല്ല തന്ത്രത്തോടു കൂടി എല്ലാവരുമായിട്ട് നല്ല മിങ്കിൾ ചെയ്ത് നല്ല അവർ കൊടുക്കുന്ന ഓരോ ഗെയിമും വളരെ നല്ല ആക്റ്റീവായിട്ട് കളിച്ച് അസുഖങ്ങളൊന്നും വരാതെ സൂക്ഷിച്ച് കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരിക്കണം എന്നാണ് എനിക്ക് ഒരു വിന്നറായിട്ട് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയാണ് എല്ലാവരും അങ്ങനത്തെ ഒരാളെ സപ്പോർട്ട് ചെയ്യണം. അല്ലാതെ ഇപ്പോൾ കുറേ നന്മമരമായിട്ട് കുറേ ആൾക്കാർ കാണുന്നു, അയാളൊരു നന്മ നമുക്ക് കാണാനായിട്ട് എവിടെ ഉണ്ടാവില്ല. പക്ഷേ അയാളങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അയാളെ കുറച്ച് ഒരുപാട് വീഡിയോസ് ഇടുന്നു, പിന്നെ അയാൾക്ക് വേണ്ടി വോട്ട് പിടിക്കുന്നു. അങ്ങനത്തെ രീതിയൊന്നും ഇല്ലാതെ നല്ലൊരു ബിഗ് ബോസ് ആവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം മറ്റൊരു തടസ്സങ്ങളില്ലാതെ ഓഗസ്റ്റ് 3 തന്നെ ബിഗ് ബോസ് ആരംഭിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. വേറെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.